ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ഡേ ആണ്. ആലിസിന് ഡ്യൂട്ടിയാണ്, അവള് ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. ഞാനും ഇപ്പം ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഇനി എടുത്ത് വെക്കണം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ബോറടിയാന്നേ. ഒന്നെങ്കിൽ ആരെയും വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ അവർ ഉറങ്ങുമല്ലോ. ടൈം ഇത്ര ഡിഫറൻസ് ഉള്ളത് കൊണ്ട് 4.5 hours ഡിഫറൻസ് ഉണ്ട്. അപ്പം അവർ ഉറങ്ങിപ്പോവും. അപ്പോൾ ഒരു ഈവനിങ് കഴിയുമ്പോഴാണ് നമ്മൾ ഉറക്കമൊക്കെ തെളിഞ്ഞ് ഒന്ന് പവറായി വരുന്നത്. അതിനെ പിന്നെ ഇവിടെ കൂടെ ഉള്ള ജോലി ചെയ്യുന്നവരെ അല്ലെങ്കിൽ UK ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമ്മളുടെ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ച്. ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. സംസാരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലിയും ചെയ്യും. അത് കാരണം അല്ലാതെ ചെയ്യാൻ മടിയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അറിയത്തുമില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഫോണിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇട്ട് നോക്കത്തൊന്നുമില്ല, അത് കേട്ടോണ്ടേ അങ്ങനെ അങ്ങ് ചെയ്യും. അപ്പൊ ഇന്ന് ഓർത്തു ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാം. പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇന്നില്ല. അല്ലെങ്കിൽ ആലിസ് ഇല്ലാത്തപ്പോൾ ഞാൻ മെയിൻലി ചെയ്യുന്നത് എന്തെങ്കിലും കുക്കിംഗ് ആണ്. എനിക്ക് അറിയാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. ഇവിടുത്തെ മെയിൻ ഷെഫ് അവളാണ്. പക്ഷെങ്കിൽ ചില സമയത്ത് ഞാൻ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്നൊന്നും ഇല്ല, കാരണം ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം ചെയ്തായിരുന്നു. കാരണം എനിക്ക് നാളെ തൊട്ട് നൈറ്റാണ്, അവക്കും നൈറ്റാണ്. അപ്പൊ ഇനി കൊണ്ടുവന്ന സാധനമൊക്കെ എടുത്തൊന്ന് അറേഞ്ച് ചെയ്യുക. പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് വലിയൊരു പൊതി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് അഴിച്ചു നോക്കണം. ഞാൻ നോക്കിയില്ല, ഇന്നലെ നൈറ്റിലാണ് കിട്ടിയത്. ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് കൊണ്ടുവന്ന സാധനമൊക്കെ എടുത്ത് വെക്കാം. ബിക്കോസ് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി കൊണ്ടുവന്നപ്പോഴേ എല്ലാം കൂടി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. സെൽഫ് മോട്ടിവേഷൻ ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് വെക്കാനുള്ള. അപ്പൊ നമ്മള് ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് ഗോതമ്പ് പൊടി വാങ്ങിച്ചിട്ടുണ്ട്, കടല വാങ്ങിച്ചിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് അവിടെ നിന്ന് മതിയായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടല്ലാതെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു സാൽമൺ ഫിഷ്, ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു സ്മൂത്തി വാങ്ങിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഷവർ ജെല്ലും ഷാമ്പുവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ആക്ച്വലി ഞാൻ ഈ മാംഗോ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞാനത് കഴിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടു അവിടുത്തെ നല്ലതാണ്, കഴിക്കാൻ നല്ല മധുരമൊക്കെ ആണെന്ന്. അത് ഞാൻ ഇപ്പോഴേ മുറിക്കും, കാരണം മാങ്ങയൊക്കെ കൊണ്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ നമ്മള് മാംഗോ സീസൺ ആകുമ്പോൾ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ മാംഗോ വരും, പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ്. 1 time 2 times ഒക്കെ നമുക്ക് വാങ്ങിക്കാം. പിന്നെ എപ്പോഴും വാങ്ങിക്കാൻ പോയാൽ നഷ്ടമാണ്. സംടൈംസ് അത് നല്ല മധുരം കാണത്തില്ല. അപ്പം ഒത്തിരി വില കൊടുത്ത് വാങ്ങിച്ചിട്ട് മധുരം ഇല്ലെങ്കിൽ വലിയ വിഷമമാണ്. ഇതിനും വിലയുണ്ട്, പക്ഷെങ്കിൽ 2 എണ്ണമല്ലേ, അതിനുള്ള പൈസ എല്ലാവരും എടുക്കുന്നുള്ളൂ. നോക്കാം, നല്ലതാണോ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട പോയി വാങ്ങിക്കാം. അവിടെ നിന്ന് വെച്ചാൽ ഒരു പാക്കാണ് വരുന്നത്. ഒരു 6 എണ്ണോ 8 എണ്ണോ ഒക്കെ ഉള്ളതിന് 10 pounds 12 pounds ഒക്കെയാണ് ആകുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ ഒരു തവണ വാങ്ങിച്ചെന്ന് തോന്നുന്നു, പിന്നെ അല്ലാതെ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു. ഒരെണ്ണം ചെത്തി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതിനു മുമ്പ് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ട്. കാരണം ഈ ഫിഷൊക്കെ പുറത്തിങ്ങനെ വെച്ചാൽ അത് സ്പോയിലായി പോകും കുറെ നേരം. കാരണം ഇപ്പോഴത്തെ വെതർ എന്ന് പറയുന്നത് നല്ല ചൂടാണ്. അപ്പൊ നമുക്ക് കുറെ നേരം പുറത്ത് വെക്കാൻ പറ്റത്തില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പുറത്ത് വെക്കായിരുന്നു. ഇപ്പൊ അത് പറ്റത്തില്ല, എല്ലാം എടുത്ത് പെട്ടെന്ന് അകത്തോട്ട് വെക്കണം. അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഈ മാംഗോ മാത്രം നമുക്ക് മാറ്റി വെക്കാം. ഒരെണ്ണം ഇപ്പം നമുക്ക് ചെത്തി നോക്കാം. ബാക്കി ഫ്രീസറിലോട്ട് പോകുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. എനിക്ക് ആഗ്രഹമുണ്ട് ഇതിപ്പോഴേ കറിയോ ഫ്രൈയോ ഒക്കെ ചെയ്യണമെന്ന്. പക്ഷെ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കത്തില്ല, പിന്നെ കുറെ ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ പിന്നെ അത് എടുത്ത് കളയും. പിന്നെ കടല നമുക്ക് കുറച്ച് പൊട്ടിച്ച് വെള്ളത്തിലിടണം. നാളെ കടലക്കറി വെക്കാം എന്ന് ഞാൻ ചിന്തിക്കുവാണ്. അപ്പൊ നമുക്ക് കടല വെള്ളത്തിലിടാൻ ഒരു പാത്രം എടുക്കാം. അപ്പോൾ ഞാൻ മാംഗോ ചെത്തി എടുത്തിട്ടുണ്ട്. വിചാരിച്ച പോലെ മധുരമല്ല, നല്ല പുളിയുണ്ട്. ഒത്തിരി പുളിയുടെ അല്ല, പക്ഷെ ഒരു മിക്സ്ഡ് ടേസ്റ്റാണ്, പുളിയും മധുരമൊക്കെ. ബാക്കി ഞാൻ ഇച്ചിരി ഒരു പീസ് ചെത്തി എടുത്തിട്ട് ബാക്കി ഞാൻ വെച്ചു. മേ ബി അത് പഴുക്കണമായിരിക്കും. ഇനി ചെത്തി കഴിഞ്ഞിട്ട് പഴുക്കുമെന്ന് എനിക്കറിയില്ല. മറ്റേതെന്താണെങ്കിലും കുറച്ചുകൂടി ഇരുന്ന് പഴുക്കട്ടെ. അപ്പോൾ ഇത് ഓക്കെ, കഴിക്കാം. ഒരു പീസ് എടുത്ത് കഴിക്കാം, അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഇപ്പോൾ ഇല്ല, പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. ഒന്നും കേടായതൊന്നുമല്ല. അപ്പോൾ ബാക്കിയെടുത്ത് നമുക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് തന്നെ വയ്ക്കുക. ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇനി പഴുക്കത്തില്ലായിരിക്കും. അപ്പോൾ അതെടുത്ത് വയ്ക്കാം. ഞാൻ നല്ല പ്രതീക്ഷയോടെയാണ് ചെത്തിയത്, പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. ഇതാണ് ലൈഫ്. നമ്മൾ ഒത്തിരി ഒന്നിനോട് പ്രതീക്ഷിക്കരുത്, ആഗ്രഹിക്കരുത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഇത് ഒരു 5 kg പാക്കറ്റാണ് വാങ്ങിച്ചത്. ലാസ്റ്റ് ടൈം നമ്മൾ വാങ്ങിച്ചത് 2 kg ആയിരുന്നു. അത് നമുക്ക് എത്രയാണ്, ഒരു
5-6 തവണ നമുക്ക് ഉണ്ടാക്കാൻ. ഈ 5-6 തവണ ഉണ്ടാക്കാൻ നമ്മൾ ഒരു നേരമല്ല കഴിക്കുന്ന ചപ്പാത്തി, അതൊരു 3 ടൈംസ് നമുക്ക് 2 പേർക്ക് കൂടെ പോകും ഒരു ടൈം ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പേർക്കും ചപ്പാത്തി ഇഷ്ടമാണ്. 2 പേർക്കും അങ്ങ് ചോറ് ഒരു 2 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ ഭയങ്കര മടുപ്പാണ്. എനിക്ക് ചോറ് നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എനിക്കും ഇങ്ങനെ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയും അടുത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മിക്ക ഡേയിലെയും ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അതുകൊണ്ട് വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മ എപ്പോഴും ചോദിക്കും, ദോശ മാത്രമേ ഉള്ളൂ, എന്നാൽ ഇഡലി ഉണ്ടാക്കി കഴിച്ചുവിടും. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, ഇഡലി ഉണ്ടാക്കി ഇഡലി തട്ടെല്ലാം കഴുകണ്ടേ? അതല്ല, സത്യം പറഞ്ഞാൽ അതല്ല റീസൺ. അവൾക്കും ഇഷ്ടം ദോശയാണ്, അവളും ഇഡലി കഴിക്കത്തില്ല. അപ്പോൾ അവളാണ് നല്ലതായിട്ട് മൊരിച്ച് നല്ല തമിഴ്നാട് സ്റ്റൈലിൽ ദോശയും ചട്നിയും ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഞാനും അത് കഴിക്കും. അപ്പോൾ ഞങ്ങളിപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് എനിക്ക് ഈ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ടുള്ള ആട്ട് കുറേ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ശിവദാസിൻ്റെ മമ്മി. അപ്പോൾ അതായിരുന്നു ഇത്രയും ദിവസം യൂസ് ചെയ്തേ. അത് കുറേ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എയർലൈന് വെറുതെ പൈസ കൊടുത്തിട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ. അപ്പോൾ ഞാൻ ആകെ പറയുന്നത് അത് കൊണ്ടുവരാനാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തീർന്നു, കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം തീർന്നു. പിന്നെ നമ്മളിപ്പോൾ വാങ്ങിക്കാൻ തുടങ്ങിയത്. എനിവേ ഹീസ് കമ്മിങ് സൂൺ. അപ്പം നമുക്ക് അടുത്ത ലിസ്റ്റ് കൊടുക്കാം എന്തൊക്കെ കൊണ്ടുവരണമെന്നുള്ളത്. അവിടെ ആണെങ്കിലും അവർക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടം ഈ ചപ്പാത്തിയാണ്. ആക്ച്വലി ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചതേ ഈ കല്യാണം കഴിഞ്ഞിട്ടാണ്. ഷെനജസിൻ്റെ മമ്മിയുടെ കൂടെ അന്നേരം ഉണ്ടാക്കത്തില്ല, കണ്ടു ഉണ്ടാക്കിയ കുഴക്കത്തൊന്നുമില്ല, കണ്ടു നിൽക്കും. പിന്നെ പാനിലിട്ടിട്ട് തിരിച്ചു മറിച്ചും അങ്ങനെ ഉണ്ടാക്കാനായിട്ട് നിൽക്കത്തുള്ളായിരുന്നു. പക്ഷെ മമ്മി ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും അത് കണ്ടു പഠിച്ചിട്ട് ഇവിടെ വന്ന് ഞാൻ ചെയ്തു പഠിച്ചു. അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾക്ക് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് എല്ലാം പഠിക്കും. ഇപ്പോൾ ചില അമ്മമാർക്കൊക്കെ ടെൻഷനായിരിക്കും, ഈ പിള്ളേർ ഒറ്റയ്ക്ക് പോയി എങ്ങനെ ജീവിക്കുമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ലൈഫ് എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ പഠിക്കുന്നത്. നമുക്ക് പല കാര്യത്തിനും ധൈര്യം വരും, ഓർഗനൈസ്ഡ് ആകും കുറച്ചുകൂടെ ലൈഫ്. നമുക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു മെച്യൂരിറ്റി വരും. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിനു മുമ്പേ എനിക്ക് അറിയില്ല. ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് മുന്നേ ആയിരുന്നു എൻ്റെ പേരൻസിനെയോ ബ്രദറിനെയോ ഡിപ്പെൻഡ് ചെയ്യും. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഹസ്ബൻഡിനെ ആയിരുന്നു കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ഓക്കെ, ഒരുമാതിരി എല്ലാ കാര്യമൊന്നുമല്ല, കുറേ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനും ചെയ്യാനും ഒക്കെയുള്ള ഒരു ധൈര്യം എനിക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ UK വന്നിട്ട് നിനക്ക് എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ കാശുണ്ടാക്കുകയല്ല, സത്യം പറഞ്ഞാൽ കുറച്ച് എൻ്റെ ക്യാരക്ടറൊക്കെ മാറി കുറച്ചുകൂടി ബോൾഡാകാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. കാരണം വീട്ടിൽ വെച്ച് നമ്മൾ എല്ലാ കാര്യത്തിനും എല്ലാവരെയും ആശ്രയിക്കും, പിന്നെ എല്ലാം അടുത്ത് കിട്ടും. ഇവിടെ എല്ലാം അങ്ങനെയല്ലല്ലോ. നമ്മൾ ഒരു കാര്യം വേണം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ A to Z അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. പുതിയ കൺട്രി, പുതിയ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കും. ഫസ്റ്റ് ടൈം ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള പോലത്തെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അതൊരു ചെറിയ എക്സാമ്പിളാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ ഒന്ന് പോ, അല്ലെ പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമില്ല, ഞാൻ പോകാം. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു, അന്ന് ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഇവിടുന്ന് പോയപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു, അയ്യോ എങ്ങനെയാ, ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളല്ലോ, അങ്ങോട്ട് പോയിട്ടില്ലല്ലോ എന്നൊക്കെ. പക്ഷെ അതൊക്കെ മാറി ഒരു തവണ പോയിട്ട് വന്നപ്പോഴത്തേക്കും അത് പഠിച്ചു. അതെങ്ങനെയാണ് പഠിച്ചേ, നമ്മളൊരു തവണ ചെയ്തപ്പോൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ലൈഫിൽ അങ്ങനെയാണെന്നാണ് ഞാനിപ്പം വിശ്വസിക്കുന്നത്. പണ്ടെനിക്ക് സത്യം പറഞ്ഞാൽ മിക്ക കാര്യങ്ങളും ചെയ്യാൻ പേടിയായിരുന്നു. എങ്ങനെ ചെയ്യും. ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാഞ്ഞത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ലൈഫിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഇപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാത്തതാണ്. ആക്ച്വലി ഞാൻ ഡ്രൈവിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇടയ്ക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ, നമുക്ക് സമയമാകുമ്പോൾ നമുക്കതും ചെയ്യാം. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം. എന്താണെങ്കിലും ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആലിസ് പറയുന്ന പോലെ നിർത്തത്തില്ല. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് സംസാരിക്കാനായിട്ട്. പണ്ട് എൻ്റെ അമ്മ ചോദിക്കും, നിൻ്റെ വാ കഴിക്കത്തില്ലേ കൊച്ചേന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ ഒത്തിരി സംസാരിക്കും. അറിയില്ല, എനിക്കിഷ്ടമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംടൈംസ് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ തന്നെ ഓർക്കുമ്പോൾ കേട്ടിരിക്കുന്ന ആളിന് ബോറടിച്ച് തുടങ്ങിയല്ലോ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഞാൻ റിലീസ് ചെയ്തിട്ട് ആലിസ് ഞാനിവിടെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ പറയും, അയ്യോ ഇവരെങ്ങനെയാണ് എന്നെ സഹിക്കുന്നത്, സ്പീഡിലിട്ടായിരിക്കും എല്ലാവരും കാണുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡിലിട്ട് കണ്ടോ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇച്ചിരി വാചകം അടിച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ ഇനി തിരിച്ച് എൻ്റെ പണിയിലോട്ട് പോയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ്
എക്സൈറ്റഡ് ആണ് എൻ്റെ പാഴ്സൽ ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ കാണുന്നതിന് മുന്നേ ഇത് എവിടെ നിന്നാണ് വന്നത്, ആരാണ് തന്നത് എന്നൊക്കെ അറിയണ്ടേ. ഇത് എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നോ അല്ല, എൻ്റെ അമ്മയുടെ അനിയത്തി കൊടുത്തുവിട്ട സാധനങ്ങളാണ്. അമ്മയുടെ അനിയത്തിയുടെ മോനെ ഇവിടെ വെയിൽസിലുണ്ട്. അവൻ സ്റ്റുഡൻ്റായിട്ട് വന്ന് ഇപ്പം സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി. അപ്പോൾ അവനോട് ജോബ് ചെയ്യുന്നുണ്ട്. അവൻ ലാസ്റ്റ് മന്ത് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ട് ഈ മാസം ആദ്യമാണ് വന്നത്. അപ്പോൾ അവൻ തിരിച്ച് വന്നപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ അവൻ്റെ മമ്മി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു എന്തെങ്കിലും കൊടുത്തു വിടണോ അവൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഒന്നും വേണ്ട എന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് 1 കിലോ ചമ്മന്തിപ്പൊടി 1 കിലോ നാരങ്ങാച്ചാറും കൊടുത്തു വിടണമെന്ന്. അപ്പോൾ അമ്മ അത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ കൊണ്ടുപോകാൻ, ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് അവൻ പറഞ്ഞു. പക്ഷെ പിന്നാണ് ഞാൻ അറിഞ്ഞത് അവന് 25 kg 30 kgs എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഒന്നും വേണ്ട, ഒന്നും കൊടുത്തു വിടണ്ട, പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞത് നോക്ക്, അവന് ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് വെച്ചിട്ട് പറ്റുവാണെങ്കിൽ കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചമ്മന്തിപ്പൊടി, ഞാനൊരു 1/2 കിലോ ചമ്മന്തിപ്പൊടി റിക്വസ്റ്റ് ചെയ്തും ആൻറ്റി എനിക്ക് കൊടുത്തു വിട്ടിരിക്കുന്നതാണ് ഇത്രയും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഏത്തക്ക ഉപ്പേരി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പഴുത്ത ഏത്തക്കയും കൊണ്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് നല്ല ടേസ്റ്റ് അല്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണത്. അപ്പോൾ അതാണ് ഒരു സെറ്റാക്കി വെച്ചേക്കുന്നത്. അവരവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത സെറ്റിനെ എടുക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഇരിക്കുന്നത് നമ്മുടെ ചക്കി ഉപ്പേരി. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഉപ്പേരി ഏതാണെന്ന് ചോദിച്ചാൽ ചക്കി ഉപ്പേരി ആയിരിക്കും. എനിക്കും നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നോർമൽ ഏത്തയ്ക്ക ഒരു ഉപ്പേരി ഉണ്ട്, പഴുത്തതല്ല, നോർമൽ. പിന്നെ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ടൊമാറ്റോ മുറുക്ക്. ആക്ച്വലി ഞാൻ നാട്ടിൽ പോയപ്പോൾ ആൽവിൻ്റെ പാഴ്സൽ എൻ്റെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ 2 ടൊമാറ്റോ മുറുക്കിൻ്റെ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. അത് ഞാനും എൻ്റെ ഹസ്ബൻഡും അവൻ വന്നത് കളക്ട് ചെയ്തതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം അത് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആൻറ്റി എനിക്ക് ഈ പ്രാവശ്യം ഇത്രയും കൊടുത്തു വിട്ടത്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഞാനിപ്പോൾ എടുക്കത്തില്ല, ബിക്കോസ് എൻ്റെ കെട്ടിയവൻ വരുന്നുണ്ട് പെട്ടെന്ന്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒരുമിച്ച് കഴിക്കാം, അതല്ലേ രസം. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ ഇരിക്കിട്ട് ഇത്രയാണ് സ്നാക്സ്, ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ്. അടുത്തത് പിക്കിൾസിൻ്റെ സെക്ഷനാണ്. 4 കുപ്പി അച്ചാർ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ഓയിലായിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലും നന്നായിട്ടായിട്ടുണ്ട്. നോൺ വെജിൻ്റെ 2 കുപ്പിയുണ്ട്. പിന്നെ ഈ ഒരു കുപ്പിയുണ്ടോ ഇങ്ങനെ റെഡ് അടപ്പൊക്കെ ആയിട്ട് വരുന്നത്. ഞാനും ഇതിലായിരുന്നു നേരത്തെ അച്ചാറെല്ലാം കൊണ്ടുവന്നിട്ടിരുന്നത്. ഞാൻ പഠിച്ചിരുന്ന സമയം തൊട്ടേ ഇതിലാണ് എനിക്ക് പിക്കിൾസ് എല്ലാം തന്നു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ ഒത്തിരി ലീക്ക് ആകുന്ന പോലെ. ഇതിൽ എത്ര ടേപ്പ് ഇട്ടാലും പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞാലും ഒന്നും ഇത് ലീക്ക് ആകാതിരിക്കത്തില്ല. അപ്പം ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആ ബോട്ടിൽസേ ഉപയോഗിക്കാറില്ല, മാറ്റി. ഇത് ആക്ച്വലി ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ബോട്ടിൽസാണ്. നമ്മൾ സെപ്പറേറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഒരു സിംഗിൾ യൂസ്, അത് നമുക്ക് ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് നല്ലതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ നോർമൽ വേറൊരു ടൈപ്പാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി അവൻ്റെ അടുത്ത് അത് പറഞ്ഞു കൊടുക്കണം, കാരണം ഇത് ഒത്തിരി ലീക്കാവും ഈ കുപ്പിയിൽ. ഞാൻ നഴ്സിംഗ് പഠിച്ചപ്പോൾ തൊട്ടേ എൻ്റെ വീട്ടിൽ എനിക്ക് ഇതുപോലത്തെ ബോട്ടിൽസാണ് തന്നു വിടുന്നത്. ഇതിപ്പം കണ്ടപ്പോൾ എനിക്ക് പിന്നെ വേറൊരു മെമ്മറി വന്നത് നഴ്സിംഗ് ആണ് കേട്ടോ. അതിപ്പോൾ എപ്പോൾ ഞാൻ പാഴ്സൽ കൊണ്ടുവന്ന് പൊട്ടിച്ചാലും എനിക്ക് മനസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തോരം സാധനങ്ങളാണ് തന്നു വിട്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എത്ര പൈസയുടെ ഇവർ തന്നു വിടുന്നതെന്ന്. അന്ന് ഒരു ബാഗ് നിറയെ സ്നാക്സ്, ബേക്കറീസ്, കാരണം നമ്മൾ ഹോസ്റ്റൽ ഫുഡൊന്നും കഴിക്കത്തില്ലല്ലോ, നമുക്ക് ഇഷ്ടമല്ല അവിടുത്തെ ഫുഡ്. അപ്പോൾ നാട്ടിലൊക്കെ അന്ന് വെക്കേഷന് ചെല്ലുമ്പോൾ ചബ്ബിയായിട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് നല്ല ക്ഷീണിച്ച് മെലിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്കിനും അവരത് കാണുമ്പോൾ കുറേ സാധനം തന്നു വിടും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും എത്ര എക്സ്പെൻസീവ് ആണ്, അവരെത്ര പൈസയാണ് മുടക്കുന്നതെന്ന് അന്ന് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ വില നന്നായിട്ട് അറിയുന്നുണ്ട്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഓരോന്ന് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെയൊക്കെ ഒരു വിലയും കാര്യങ്ങളും ഒക്കെ മനസ്സിലായത്. അവരന്നും ഇപ്പോൾ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് തരണം എന്നുള്ള ആഗ്രഹത്തിൽ എല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നു. കുറേ കാര്യങ്ങൾ ഒരു പ്രായം ആകുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. നമ്മുടെ പേരൻസ് നമുക്ക് ചെയ്തത് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ നമ്മളും അതേ സ്റ്റേജിൽ എത്തണമെന്നില്ല. ലൈഫിൽ ഒരു സ്റ്റേജിൽ, ഇപ്പോൾ ആ സെയിം സ്റ്റേജിൽ എത്തിയില്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തണം നമ്മൾ അത് മനസ്സിലാക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് അങ്ങനെ ആണല്ലോ, നമ്മൾ ഗ്രോ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് ലേൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ പെട്ടിയൊക്കെ പൊട്ടിക്കുമ്പോൾ എന്തൊക്കെ മെമ്മറീസാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ ആർക്കൊക്കെ ഒരുപോലെ ഉണ്ട് എന്നുള്ളതൊക്കെ.
അപ്പോൾ ഇനി എന്താണെങ്കിലും ഇതെല്ലാം നല്ലതായിട്ട് തുടച്ചെടുത്ത് കൊണ്ട് വെക്കാം. ഇന്ന് ഇവിടെ നിന്ന് വെച്ചാൽ നാളെ ഫുൾ ഇവിടെ ഇരിക്കും. നാളെ എനിക്ക് നൈറ്റാണ്, പിന്നെ നെക്സ്റ്റ് ഡേ നൈറ്റാണ്. ആ ദിവസങ്ങളിലെല്ലാം ഇതിവിടെ ഇരിക്കും. അതിലും ബെറ്റർ നമുക്ക് വൃത്തിയാക്കി കൊണ്ട് കിച്ചണിൽ വെക്കാം. അപ്പോൾ നമ്മുടെ അടുക്കിപ്പറക്കെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് ക്ലോത്ത്സ് വാഷ് ചെയ്യാനായിട്ട് ഇടാനുണ്ട്. എല്ലാം ഇടത്തില്ല, കാരണം ഇത് കുറച്ച് നല്ല ക്ലോത്ത്സ് ആണ്, അത് സെപ്പറേറ്റ് ചെയ്യാനിടും. വീട്ടിലിടുന്നതൊക്കെ ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് ഇപ്പം ഇടാം. അതും ഇപ്പം ഞാൻ വാഷ് ചെയ്യത്തില്ല, നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ കഴുകത്തുള്ളൂ. അപ്പോൾ അതിന് ഇപ്പോൾ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എത്ര അവേഴ്സ് ആണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇട്ടാൽ മതി. കാരണം ഇപ്പം ചിലപ്പം മേളിലോട്ടൊക്കെ ഉള്ളവർക്ക് നല്ല സൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പല കാര്യം മറന്നു പോകും. ഞാൻ ലിക്വിഡ് ഒഴിച്ചില്ല അതിൻ്റെ, എന്നിട്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ വെക്കുന്നത്. സംടൈംസ് പണി നടക്കും, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നടക്കാറില്ല. അപ്പോൾ ലിക്വിഡ് ഒഴിച്ച് ടൈമും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കിടന്നുറങ്ങിയാൽ മതി. അത് തന്നെ അതിൻ്റെ വർക്ക് ചെയ്തോളൂ. എന്നിട്ട് രാവിലെ വരുമ്പോൾ റിൻസൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊണ്ട് വിരിച്ചിടാം. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്ന ടൈം ആലീസ് വരുന്നതിന് കുറച്ച് മുന്നേ ഉള്ള ടൈമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാവുമ്പോൾ അവൾ വരുമ്പോഴത്തേക്കിന് വാഷിങ് കഴിയും. കാരണം ഈ വാഷിംഗ് മെഷീൻ നല്ല സൗണ്ട് ഉണ്ട്, അപ്പോൾ അവൾക്കും ഡിസ്റ്റർബ് ആകത്തില്ല. ഇപ്പം ഇട്ട് മേലുള്ളവർക്ക് ആകുമോ എന്നെനിക്കൊരു ഡൗട്ടാണ്. കാരണം ഇത് ഇച്ചിരി അടിക്കും ചില സമയത്ത്, അതുകൊണ്ടാണ് ഇപ്പോൾ അത് ചെയ്തത്. അപ്പോൾ മിക്ക ദിവസം ഞാനിങ്ങനെ രാത്രിയിൽ ഡിലേ സ്റ്റാർട്ട് ചെയ്തിടും. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അത് വാഷ് ആകും. പിന്നെ റിൻസ് മാത്രം ഇട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഫുഡെല്ലാം നേരത്തെ കഴിച്ചല്ലോ. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. നൈറ്റ് ഡ്യൂട്ടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുന്നത്. ഡേയിൽ ഉറക്കവും നൈറ്റിൽ ഉറക്കക്കുറവും. കഴിഞ്ഞ ദിവസം എനിക്ക് നൈറ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റത് കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി ഉറങ്ങിയിട്ട് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പം നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു. പുറത്ത് വന്നപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മളുടെ കഴുകിയ തുണിയെല്ലാം ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം വാഷായി. പിന്നെ റിൻസ് വിട്ടെടുത്തു. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ എൻ്റെ യൂണിഫോംസ് ഒന്നും കഴുകിയിട്ടില്ല. അത് ഞാൻ ഇടാൻ മറന്നുപോയി. ഇനിയിപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ട് എടുക്കണം. നല്ല വെയിലുണ്ടല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല. വൈകിട്ട് പോകുന്നതിന് മുമ്പേ എല്ലാം ഡ്രൈ ആയി കിട്ടും. അപ്പം ഞാൻ അവിടെ നിന്ന് വിരിക്കാൻ പറ്റാത്ത പോലത്തെ വെയിലാണ്. പക്ഷെങ്കിൽ നല്ലതാണ്. ഈ തണുപ്പിനെക്കാട്ടിലും കുറച്ച് ബെറ്ററാണ് വെയിൽ. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയിലൊക്കെ ദൈവമേ എന്ത് വെയിലായിരുന്നു. വെയിൽ ചൂട്, നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കുറേ നേരം പണിയുണ്ടല്ലോ, ആ സമയത്തെല്ലാം ഭയങ്കരമായിട്ട് സ്വെറ്റ് ആകും. അത് കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് പെതിയെ നമുക്ക് തണുത്ത് തുടങ്ങും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ പൊതച്ച് കിടക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇവർക്കൊന്നും ചൂടെടുക്കുന്നില്ലേ എന്ന്. പക്ഷെ അവർ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ, അവർ ചുമ്മാതെ കിടക്കുമല്ലേ. അപ്പോൾ അവർക്ക് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നും നൈറ്റാണ്. ഇനിയിപ്പോൾ യൂണിഫോം കഴുകി ഉണക്കി അയൺ ചെയ്തിട്ട് വേണം നൈറ്റിന് പോകാൻ. 2 ദിവസം ഓഫ് കിട്ടി. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ മറന്നുപോയി. ആക്ച്വലി ഞാൻ യൂണിഫോമിൻ്റെ കാര്യമേ ഓർത്തില്ല. എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് യൂണിഫോം, പക്ഷെ നമുക്ക് കാണുമല്ലോ കംഫർട്ടബിൾ ആയിട്ടുള്ള 2-3 സെറ്റ്. അപ്പോൾ അതാണ് കഴുകാൻ കിടക്കുന്നത്. അത് തന്നെ വാഷ് ചെയ്ത് ഉണക്കി കൊണ്ടുപോകണം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആ പരിപാടിയൊക്കെ ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം ഞാൻ ഇന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലല്ല, ആലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇന്ന് ഒരുമിച്ച് നൈറ്റാണ്. ഇപ്പം ബിസി ആണെങ്കിലും വേറെ എന്താണെങ്കിലും നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ. അപ്പോൾ അതേ ഒരു ഹാപ്പിനെസ്. അവൾക്ക് ഇന്നലെ നൈറ്റായിരുന്നു, അവൾ കിടന്ന് ഉറങ്ങുവാണ്. എനിക്ക് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അവളുടെ കൂടെ, നാളെ പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 2 ദിവസം നൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റ്. കാരണം കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെ പോകുന്നു എന്ന്. വേറൊന്നും ഇല്ല. എനിക്ക് ഉറക്കം വരുന്നില്ല സത്യം പറഞ്ഞാൽ. അതാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് അല്ലെങ്കിലും ഇങ്ങനെയാണ്, നൈറ്റിന് പോകുന്നതിന് മുമ്പ് ഉറക്കം വരത്തില്ലായിരിക്കും. അതുപോലെ നാളെ ലോങ് ഡേ ആണ്. ഇന്ന് രാത്രി ഞാൻ നല്ല ആക്റ്റീവ് ആയിരിക്കും. അത് ആലീസ് എപ്പോഴും പറയും, ഇവർക്ക് ഡ്യൂട്ടിക്ക് മുന്നാണ് ഇവിടെ എനർജി വരുന്നത്. സാധാരണ എല്ലാവർക്കും ഡ്യൂട്ടിക്ക് മുന്നേ ഒരു വിഷമവും ഡിപ്രഷനും ആയിരിക്കുമല്ലോ. എനിക്ക് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ്. ഓഫുള്ള ദിവസമാണ് ഞാനിങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ ഭയങ്കര എനർജറ്റിക് ആണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പോൾ ഇന്നിനി വേറൊന്നും നിങ്ങളോട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനില്ല. ബിക്കോസ് ഇതൊരു ചെറിയ വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഞാനൊന്നും ഇനി ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എല്ലാം സെറ്റാക്കുക, കുറച്ച് നേരം ഉറങ്ങുക, എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.